എന്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം പാട്ട് പാടി ഡാൻസ് കളിച്ചിടാൻ ആ ഒരു റീൽ ഇടാനുണ്ടായിരുന്ന ഒരു മോട്ടോ എന്തായിരുന്നു? എൻ്റെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. According to you, what is happiness? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർക്കാണ് സന്തോഷിക്കുക. അതാണ് ഹാപ്പിനെസ്. പെണ്ണുങ്ങളോട് ഏറ്റവും കൂടുതൽ റീൽസുകളാണ് ദാസന്റെ കോഴിക്കോട്. 55 പെണ്ണുങ്ങൾ എവിടെയാണ് റീൽസ് ചെയ്തത്? 55 സ്ത്രീകൾ എല്ലാം കൂടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. അതായത് നീളാനമ്പേർ അക്കൗണ്ട് ഞാൻ കണ്ടിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് കുളക്കടയിൽ ഇങ്ങനെ പോകുന്നത്, അങ്ങനെ സാധനങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 100% എപ്പോഴും വിഷമിക്കുക. അതൊരു അബദ്ധവശാൽ നമുക്കത് ചെയ്യേണ്ട വന്ന സാഹചര്യം. അല്ലല്ല, ഒരിക്കലല്ല. അന്നൊരു പെണ്ണിന്റെ നോട്ടം മതി നമുക്ക് ഒരാഴ്ച. 99 കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി 2000 മിക്സഡ് ആക്കി ദേവരി കോളേജ്. പയ്യെ കല്യാണ പ്രായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യൂത്തിനോട് ദാസേട്ടൻ എന്താണ് പറയാനുള്ളത്? മനസ്സ് ഏകാഗ്രമായിരിക്കുക, നല്ല പിടിവള്ളി വരിക, കല്യാണം ലേറ്റ് ആയി കഴിക്കുക. ദാസേട്ടൻ ഒരു ചാൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക ദാസേട്ടൻ? ഒരിക്കലില്ല. ഞങ്ങൾ എത്ര വേണമെങ്കിലും കുറച്ച് ആരെങ്കിലും വന്ന് അങ്ങോട്ട് തോന്നും കിടക്കണ്ടേ. അന്ന് ഇതാണ് ഈ നോട്ടത്തിന്റെ മോളാണ് നമുക്കൊരു ആഴ്ച കുളിർമുണ്ടാവുക. അങ്ങനെയൊക്കെ വന്നിട്ടാണ് 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച പിന്നെ ഒരു രക്ഷയില്ല. എന്ത് കുളിർമ. ബെന്നീസ് റോയൽ ടൂർസ്, കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ചങ്കട നമസ്കാരം. ദാസനം കോഴിക്കോടാണ്. അപ്പൊ പൊളിച്ചെടുക്കുക. ദാസേട്ടൻ എന്നാണ് ഇപ്പോൾ കേരളം മുഴുവൻ എല്ലാവരും വിളിക്കുന്നത്. ഷൺമുഖദാസ് എന്നുള്ള ആ ഒരു പേരൊക്കെ നമ്മൾ മെല്ലനെ മറന്നുപോയി. ഷൺമുഖദാസ് എന്നുള്ള പേര് മറന്നുപോയി എന്ന് ചോദിച്ചാൽ അത് സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഷൺമുഖദാസ്. അപ്പം മാത്രമല്ല, അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ഉൾവിളിയാണ്. ഭാര്യ എന്താ വിളിക്കുന്നത്? ഭാര്യ ദാസേട്ടാന്ന് വിളിക്കും. ദാസേട്ട. ശരിക്കും ദാസേട്ടൻ ആദ്യം ദാസേട്ട എന്ന് വിളിച്ചത് ആരാ? ദാസേട്ടാ തന്നെ വിളിച്ചത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായി മറുപടി. ചേച്ചിയാണോ? ചേച്ചിയാവണേ. ചേച്ചിക്ക് മുമ്പ് എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്? ഞാൻ കല്യാണം കഴിച്ചത് 25 വയസ്സിലാണ്. അതിനു മുമ്പേ എത്ര ആൾക്കാർ, അതിനു മുമ്പ് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ദാസേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പണ്ടുള്ള പേരാണ് ദാസേട്ടൻ. ദാസ് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ ദാസേട്ടാന്ന് വിളിക്കും. അതെ. അത് പിന്നെ മുതിർന്ന ആൾക്കാർ ദാസേട്ടാന്ന് വിളിക്കുന്ന രീതിയിലേക്ക് എത്തിയത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം. അപ്പൊ ഈ മുതിർന്ന ആൾക്കാരും കയറിയിട്ട് ദാസേട്ടാന്ന് വിളിക്കുമ്പോ ഇന്നാള് ലാലേട്ടനോ മമ്മൂക്കയോ പറഞ്ഞ പോലെ അവര് വിളിക്കുമ്പോ ഞങ്ങളും അത് എൻജോയ് ചെയ്യും എന്ന് പറയുന്ന പോലെ ദാസേട്ടൻ എന്താ തോന്നുന്നത്? അവര് പറഞ്ഞ പോലെ തന്നെ ഞാനത് എൻജോയ് ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ആൾ വിളിക്കുന്നത്. നമ്മൾ അവർ വിളിക്കുമ്പോൾ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ആൾ വിളിക്കുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്യാ തന്നെ. ഇപ്പൊ സത്യത്തിൽ ദാസേട്ടൻ ഈ ഒരു റീൽസ് പരിപാടി തുടങ്ങിയിട്ട് ലൈക്ക് 4-5 ഇയേഴ്സ് കഴിഞ്ഞു അല്ലേ? അത്ര ആയിട്ടുണ്ട്. നമുക്ക് ലൈം ലൈറ്റിലേക്ക് വന്നിട്ട് വൈറലാകാനായിട്ട് ഈസിയാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത്. പക്ഷെ വൈറലായി അത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ 5 വർഷത്തിന് മേലെ നിൽക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ആണ് കാര്യം. അതായത് ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നമ്മളിവിടെ ദാസേട്ടൻ്റെ വീട്ടിൽ വന്ന് ദാസേട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ സ്റ്റിൽ യു ആർ ഇൻ ദ ലൈം ലൈറ്റ്. അതിൻ്റെ ഒരു രഹസ്യം നമ്മളായിട്ട്. എക്സാക്ട്ലി. അതെന്താന്ന് വെച്ചാൽ മീനാക്ഷി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ആയി വരാൻ പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും ഇൻസിഡന്റ് മതി നമ്മളൊരു 10 പേര് അറിയാൻ വേണ്ടി വൈറലാവാൻ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്നുവെച്ചാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു എന്താ നമ്മൾക്കൊരു ഇത് വരും. മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതിന് വേണ്ടി ആ രീതിയിലേക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ വെറൈറ്റിനെ കൊണ്ടായിരിക്കാം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ നമ്മളെ ഇപ്പോഴത്തെ യോയോ പയ്യന്മാരൊക്കെ ചെയ്യുന്ന പോലെ എന്താ പറയുക, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അതുപോലെ തന്നെ സഡൻലി കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രാങ്ക് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളെന്നല്ല. ഞാൻ നമ്മളെ ഫാമിലി സംബന്ധമായ കാര്യങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ആ പ്രേക്ഷകർ അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ട് ഉള്ളത്. ദാസേട്ടൻ്റെ ഈ ഒരു കരിയറിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം ഭയങ്കര കോമഡി ആക്കിയിട്ടൊക്കെ ചെയ്തു വന്നു. അതിൻ്റെ ഇടയിൽ ആൾക്കാർ കളിയാക്കലുണ്ടായി. പിന്നെ ഒരു പ്രേക്ഷക സ്വീകാര്യത നേടി. അതിനുശേഷം ദാസേട്ടൻ്റെ വീഡിയോസ് തന്നെ വലിയൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു. അത് ലൈക്ക് വേണം, ഇനി ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാം, കാരണം ഈ വെറൈറ്റി പിടിച്ചാലാണ് നമ്മൾ നിലനിന്ന് പോകും എന്നുള്ള സംഭവം കൊണ്ടായിരുന്നു. അതായത് ഞാൻ വന്ന സമയത്ത് ആക്ച്വലി സോഷ്യൽ മീഡിയ എന്താണെന്ന് എനിക്കറിയില്ല. അറിയാത്ത സമയത്ത് വന്ന ഒരാളെ ഞാൻ. നമ്മൾ ചെയ്യുന്നത് 10 പേര് അറിയുന്നുണ്ട്.
അവർ പ്രതികരിക്കുന്നുണ്ട്, അവർ കളിയാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ഓ, ഇതൊന്നും അറിയാതെ നമ്മൾ ടിക്ടോക്ക് കൂടെ വന്ന് അങ്ങനെ വന്ന ഒരാളെ ഞാൻ. ശരി. അന്നൊന്നും ഇതേപോലെയുള്ള പ്രേക്ഷക സമൂഹങ്ങൾ അന്നില്ല. അന്ന് ഇങ്ങനെ ഒരു മൊബൈലിന്റെ മുമ്പിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന അപൂർവം കുറച്ച് ആൾക്കാർ ആ സമയത്തുണ്ട്. ഞാനും ബാലാസജിയായിട്ടുണ്ടാവും ആ സമയത്ത്. വേറെ അങ്ങനെ ആളെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, അങ്ങനെ ഒതുങ്ങിക്കൂടിയ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ആ സമയത്ത്. 2019-20 കാലഘട്ടത്തിലാണ് പറയുന്നത്. പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു, കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു. അല്ല, ദാസേട്ടൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചെയ്തു തുടങ്ങിയപ്പോ ദാസേട്ടൻ അറിയണ്ടായിരുന്നില്ല എന്താണ് സോഷ്യൽ മീഡിയ, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കളിയാക്കൽ വരുമോ, സപ്പോർട്ട് വരുമോ, എന്ത് വരും എന്നുള്ളൊരു ഇത് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ ദാസേട്ടനാണെങ്കിൽ മേ ബി അന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്ത പോലുള്ള വീഡിയോസ് ചെയ്യുമായിരുന്നു. ഹോണസ്റ്റ്ലി അന്ന് ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ കാണുന്ന സമയത്ത് അത് കുറച്ചൊക്കെ ഓവറല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറഞ്ഞത്. അപ്പൊ അന്നത്തെ പോലെ അത് അന്ന് എന്താ ഞാൻ കുറച്ച് ഓവറാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. പക്ഷെ അന്ന് തോന്നിയിട്ടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നല്ല നല്ല സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ. അപ്പം അന്നത് ദാസേട്ടന് ചെയ്യുമ്പോ ഇത്രയും സീരിയസ് ഇപ്പൊ പാട്ടുകള് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ബുള്ളറ്റിലൊക്കെ പോകുന്ന അങ്ങനത്തെ ഇത്. അതിന്റെ ഇടയില് ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ദാസേട്ടനെ കണ്ണില് ലെൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോയില് അവിടെ നിന്നാണ് ദാസേട്ടന്റെ ആ ഒരു വേറെ ഒരു സൈഡ് പ്രേക്ഷകർ കണ്ടു തുടങ്ങുന്നത്. അപ്പം ഇത്രയും കപ്പാസിറ്റി ദാസേട്ടന്റെ ഉള്ളിലുണ്ട് ദാസേട്ടന് തന്നെ അറിയുന്നുണ്ടായിരുന്നോ? എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ആ സമയത്ത് ഇല്ലായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ തന്നെ കുറെ സുഹൃത്ത് എന്റെ കൂടെ ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ അവരെ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇപ്പം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ കാലത്ത് എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഇന്ന് ചെയ്താൽ നന്നാവും, നിങ്ങളെ കണ്ട മീശ താടി ഭഗതവാസിനെ പോലെ തോന്നുന്നുണ്ട് സൈഡിൽ കൂടെ കണ്ടാൽ, പറയട്ടെ. അതേപോലെ തന്നെ ഇന്നാ ചെയ്താൽ എന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊരു ആക്ടിവിറ്റി അവർ ആ സിനിമയിൽ ഉപയോഗിച്ച് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് അതേപോലെ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു സിനിമയിലെ ഡയലോഗ് സീനുകൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം 6 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ്, ആ വൈറൽ വേഷങ്ങളൊന്നുമല്ല, ശ്രദ്ധിക്കപ്പെടുന്ന നമുക്ക് പറ്റുന്ന വേഷങ്ങൾ. അപ്പോൾ എന്നോട് 1-2 സംവിധായകർ പറഞ്ഞു, അവരുടെ പേര് അവർ പറഞ്ഞു, ദാസേട്ടൻ കോഴിക്കോട് നിങ്ങൾ ഇനി സിനിമയിലെ സീൻസ് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാൻ പാടില്ല. ആസ് എ ആക്ടർ നിങ്ങൾ എസ്റ്റാബ്ലിഷ് വന്ന ഒരാളാണ് ഫിലിമിൽ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ ലാലേട്ടൻ ചെയ്തതോ മമ്മൂക്ക ചെയ്തതോ മറ്റുള്ള ആൾക്കാർ ചെയ്ത ഡയലോഗ് സീനാണ് പറയുന്നത്, അല്ലാതെ പാട്ടിൻ്റെ കാര്യങ്ങളായിരുന്നു. ആ സാധനങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ താരതമ്യം ചെയ്യും. അതിലേക്ക് നിങ്ങൾ വരാതിരിക്കുക. നിങ്ങൾ അല്ലാത്ത രീതിയിൽ ഓൺ വോയിസ് കണ്ടന്റുകൾ അതുപോലെ തന്നെ റീൽസ് ചെയ്യുകയാണെങ്കിൽ, ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെ റീൽസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ പിടിക്കുക. പാട്ട് സീനൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ പുഷ്പരൊക്കെ ട്രെൻഡിങ് സോങ്സ് വന്നില്ലേ, അതിപ്പോൾ എല്ലാവരും ചെയ്യും, ഞാനും ചെയ്യും. ഇപ്പോൾ മീനാക്ഷിക്കും വേണം ചെയ്യുക, മമ്മൂക്കയ്ക്കും ചെയ്യുക, ലാലേട്ടനും ചെയ്യുക, ദുൽഖറും ചെയ്യുക. അത് ആ ട്രെൻഡിങ്ങിന് കൂടെ അവരങ്ങനെ പോവുക. അതേപോലത്തെ സാധനങ്ങൾ പിടിക്കണം. സിനിമയിലെ സീനുകൾ ഡയലോഗ് സീനുകൾ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അങ്ങനെ കാര്യങ്ങൾ ഇപ്പം അധികം എന്റെ റീൽസ് കാണാറില്ലായിരുന്നു. നടനാണ്, ഇൻഫ്ലുവൻസർ ആണ്, അതിലുപരി ഇപ്പം കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ പ്രൊമോഷൻ, സീനിയർ സൂപ്പറിൻറ്റൻഡന്റ് അല്ലേ ആണിപ്പോ. അപ്പം എങ്ങനെ ദാസേട്ടൻ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? ഒരു ഒടിയങ്കം തന്നെ മൂവി അപ്പം ലാസ്റ്റ് ചെയ്തത് 5 days ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരിട്ടി KSCBയിലാണ് ജോലി ചെയ്യുന്ന സമയത്ത്, അന്ന് പ്രൊമോഷൻ ആയിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം വരെ ജോലിയൊക്കെ കഴിഞ്ഞു. അത് റൂമിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് തന്നെ കോൾ വന്നു, നാളെ മോർണിംഗ് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് തിരിച്ച് ഓഫീസിൽ എത്തുന്ന സമയത്ത് കണ്ടമാനം ജോലി കൂമ്പാരേ കിടക്കും. അങ്ങനെ രാത്രി ഇരുന്ന് മുഴുവൻ തീർത്തു. അന്ന് ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് ഷിയാസ് വിളിച്ചിരുന്നു തിങ്കളാഴ്ച. ഇത് ശനിയാഴ്ച കഴിഞ്ഞ് ഷിയാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത തിരക്കായതുകൊണ്ട്. അപ്പം ജോലിക്ക് ഭംഗം വരാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ മേലുദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അങ്ങനെ ഷിയാസിന്റെ കല്യാണത്തിൽ ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ നമ്മളെന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതിപ്പം പ്രൊമോഷൻ ആയ സ്ഥിതിക്ക് കുറച്ചുകൂടി ടാസ്ക്കാണ്. ഗസറ്റഡ് പോസ്റ്റാണ്, സീനിയർ സൂപ്പർ സെക്ഷൻ ഓഫീസിന്റെ റവന്യൂവിന്റെ ഫുൾ ചുമതലയാണ്. ശുക്രൻ എന്ന് പറഞ്ഞ മൂവി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ബിപിൻ ജോർജിന്. അതാണ് ഇപ്പൊ അടുത്ത കോള് വന്നത്. ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പം SSI പ്രൊമോഷനായി, സീനിയർ സൂപ്പറുണ്ടായി, ഡേറ്റ് കിട്ടിയ ആലോചിച്ച് വരുന്നത്. ഇപ്പം എങ്ങനെ ദാസേട്ടൻ വളരെ ചെറുപ്പത്തില് സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ കയറിയ ആളാണ്. എത്രാമത്തെ വയസ്സിൽ? 20 വയസ്സ് കയറിയിട്ടുണ്ട്. 20 വയസ്സിൽ ജോലി കയറിയ ആളാണ്. അപ്പം അന്ന് എങ്ങനെയാണ് ഈ സിനിമാ മോഹം അല്ലെങ്കിൽ അഭിനയ മോഹം ഉള്ളിൽ
ഉള്ളിൽ ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഫാമിലിയുടെ ഒരു പ്രഷർ കൊണ്ടും സേഫ് ആയിട്ടുള്ളത് എപ്പോഴും ഒരു സർക്കാർ ജോലിയാണ് എന്നുള്ളത് കൊണ്ടും ഉള്ളിലുള്ള പാഷനെയൊക്കെ ഒതുക്കി ജോലിക്ക് കയറുന്ന ആൾക്കാരുണ്ടല്ലോ. ദാസേട്ടൻ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളായിരുന്നോ? 20 വയസ്സിലൊന്നും എനിക്കിങ്ങനെ അഭിനയമോഹം ഒന്നും അങ്ങനെയുള്ള ആളൊന്നല്ല. ഞാൻ ദേവരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്സ് സെക്രട്ടറി അങ്ങനെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ, പിന്നെ ഫാദർ മരിച്ചിട്ടാണ് ഞാൻ KCB ജോലിക്ക് കയറുന്നത്. അപ്പോൾ സഡൻലി ഫാദർ മരിച്ചാൽ ജോലി കയറുന്ന സമയത്ത് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിൽ നിന്ന് ഒഴിവാക്കി സഡൻലി ജോലിക്ക് കയറി എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക എന്ന രീതിയിൽ നമ്മൾ അന്ന് ശ്രമിച്ചത്. പിന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് വന്ന സമയത്ത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുത്തുകൊണ്ട് ഇതിലേക്ക് സജീവമായത്. പക്ഷെ അന്ന് 20 വയസ്സ് ജോലി കയറുമ്പം ഏകദേശം എനിക്ക് 36 വയസ്സിലായിട്ട് സോഷ്യൽ മീഡിയ ഞാൻ കയറാൻ തുടങ്ങിയത്. ആ ഒരു 16 വർഷ പീരീഡ് എന്നെ സംബന്ധിച്ച് സിനിമയൊക്കെ കാണുന്നല്ലാതെ അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നും ആ സമയത്തില്ല. പക്ഷെ അത് പ്രേരകമായത് ഈ ഒരു സോഷ്യൽ മീഡിയ ആണ്. എന്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദ്യം പാട്ട് പാടി ഡാൻസ് കളിച്ചിടാൻ ആ ഒരു റീൽ ഇടാനുണ്ടായിരുന്ന ഒരു മോട്ടോ എന്തായിരുന്നു? എന്റെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. അയ്യോടാ, വേറൊന്നുമില്ല, ആമിക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ചേച്ചി ആമീൻ എന്റെ കയ്യിൽ തരും. അന്ന് ആമിക്ക് 6 മാസം 7 മാസം ഉള്ളത്. ചേച്ചി അടുക്കളയിൽ പണിയൊക്കെ നോക്കണം, മറ്റു 2 ആൺകുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ ഇവക്ക് എന്തെങ്കിലും ഒരു എനർജറ്റിക് ആക്കാൻ വേണ്ടി അന്ന് ടിക്ടോക്ക് വന്ന സമയത്ത് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യാൻ തുടങ്ങിയത്. അതെ 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 അതെ, ഞാൻ സ്വയം ചിരിക്കാനല്ല, അവളെ ചിരിപ്പിക്കാൻ വേണ്ടി. ഈ കഥ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോഴാണ് വ്യക്തമായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയൊരു പരിപാടിയാണ് ഈ കോലത്തിൽ എത്തിയത്. നേരത്തെ പറഞ്ഞു സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു, ആർട്ട് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊന്നും ഒരു നാടകമോ ഡാൻസോ പാട്ടോ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തും എൻ്റെ മനസ്സിൽ ഉള്ളൊരു ആശങ്ക, ഞാൻ മോട്ടിവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മളിപ്പം ഒന്നുമില്ല, കുഴപ്പമില്ല, ഒക്കെ നമുക്ക് ശരിയാവും, ഒരാളെ നമുക്ക് മാക്സിമം ബൂസ്റ്റ് ചെയ്യാം. ആ സംഗതി അന്ന് ഇന്ന് ഞാൻ ചെയ്യാറുണ്ട്. അന്ന് സ്റ്റേജിൻ്റെ പുറത്ത് ആരും ഡാൻസ് കളിക്കുമ്പോൾ നീ കളിക്കുക, എടാ എനിക്ക് എങ്ങനെ ഞാൻ കളിക്കുക, നീ കളിക്കണം, അവനെ കളിപ്പിക്കാൻ നോക്കും. ഞാൻ പുറത്തുനിന്ന് അവനെ കളിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പം കാണാനില്ല, നേഴ്സറി കുട്ടികൾ കളിക്കുമ്പോൾ ടീച്ചർമാർ പുറത്ത് കളിക്കാറില്ലേ, അതേപോലെ ഞാൻ അന്ന് പണ്ട് ഞാൻ ചെയ്തതാണ്. ഇവരെ മോട്ടിവേഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. അതൊരു മോട്ടിവേറ്റർ നമ്മളെ സ്വഭാവം ഒരു മോട്ടിവേഷനാണ്. മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മള് അതല്ല പറയുന്നത്, പൊളിച്ചെടുക്കുക, ആരും ബുദ്ധിമുട്ടിക്കാതെ. അപ്പൊ നമ്മളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, അവരെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക. അതന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പൊ ദാസേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ട് ഹാപ്പിനെസ് ഇസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ള ആൾക്കാർ സന്തോഷിക്കുക, അതാണ് ഹാപ്പിനെസ്. വീട്ടിലും എപ്പോഴും ആ ഒരു വൈബ്. തീർച്ചയായും നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരെ വിഷമമുണ്ട്, നമ്മളിപ്പോൾ അടാ നിനക്ക് കിട്ടടാ, അതിനൊരു സന്തോഷം ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സന്തോഷിക്കുക, ആ കൂട്ടത്തിൽ അവരും സന്തോഷിക്കുക. അങ്ങനെ ദാസേട്ടനെ തന്നെ എപ്പോഴും സന്തോഷവാനാക്കി വെക്കാൻ, ആ ഒരു ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഞാൻ രാവിലെ നേരത്തെ 6 മണി 6:30 എണീച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വാക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ജിമ്മിൽ പോയി കുറച്ച് കളിക്കും. ജിമ്മിലെ കളിക്കുമ്പോൾ നമുക്കൊരു വൈബാ. ഇപ്പോഴും ജിമ്മൊക്കെ പ്രോപ്പർ നോക്കുന്ന ആളാണ്. പക്ഷേ സ്ഥിരം പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു മോർണിംഗ് എക്സസൈസ്, ആ റൊട്ടീൻ കറക്റ്റ് പാലിക്കുക നമ്മൾ. ഞാൻ ലേറ്റായി ഫുഡ് കഴിക്കുന്ന ആളല്ല. 10:30 കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണൂല. 10:30 കഴിഞ്ഞാൽ മൊബൈൽ ഓഫ് ആക്കും. മാക്സിമം 10:30. രാവിലെ ഒരു 6 മണിക്ക് മുമ്പ് എണീക്കും. പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം 8-8 ഭക്ഷണം, അതിനുള്ളിൽ ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ലഞ്ച് കഴിക്കും. വൈകുന്നേരം ചായ കുടിക്കും. രാത്രി 8-8 മണിക്ക് ഫുഡ് കഴിച്ച് ചെയ്യും. പിന്നെ 10-10 ആകുമ്പോൾ ഞാൻ മൊബൈൽ ഓഫാക്കി. എന്നോട് പല ആൾക്കാർ പറയുന്നുണ്ട്, കാണാറില്ലല്ലോ, ഞങ്ങളൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ കാണാത്തത്. ഞാൻ പറയൂ അത് മതി, നമുക്ക് അത്രേ കഴിയുള്ളൂ. 10 മണിക്ക് നമ്മൾ കിടക്കും. ഞാൻ കിടന്നാലേ പിള്ളേരും കിടക്കുള്ളൂ. അപ്പൊ 10:30 ഗേറ്റ് പൂട്ടി ഡോർ അടയ്ക്കും, പിന്നെ ലൈറ്റ് ഓഫ് ആക്കും. നമുക്കൊക്കെ അറിയണത് ഇപ്പം ഭയങ്കര ചിരിച്ച് കളിച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ദാസേട്ടനെയാണ്. ആസ് എൻ അച്ഛൻ, ആസ് എ ഫാദർ എങ്ങനെയാ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണോ? ഒരിക്കലല്ല. അല്ല, ദേഷ്യപ്പെടാറില്ല? ദേഷ്യപ്പെടാറുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മക്കൾ ദേഷ്യപ്പെടുന്ന കാര്യം എന്താ അറിയോ? ഇലക്ട്രിസിറ്റി ഒരു ഭയങ്കരമായിട്ട് കെയർ ചെയ്യില്ല. ഒരു സ്ഥലത്ത് ഫാൻ ഇട്ട് വെക്കും, അവിടെ പോവും, അവിടെ ഫാൻ ഇട്ട് വെക്കും, ഇവിടെ പോകും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യത്തിൽ മാക്സിമം ഞാൻ മക്കളോടും വൈഫിനോടും ചീത്ത പറയാറുണ്ട്. പിന്നെ ഈ വീട്ടിൽ അത് ശരിയാട്ടോ, അവിടുത്തെ ലൈറ്റ് ഫാൻ ഒക്കെ ഓഫാണ്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇഷ്ടം. എന്താ, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പം നമ്മൾ ഈ ഇടുക്കി ഡാമിന്റെ അകത്താണ് നമുക്ക് 90% വൈദ്യുതി കിട്ടുന്ന ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൽ നിന്ന് പറ്റിപ്പോയ കേരളം ഇരുട്ടിലാവും. 100% കേരളത്തിന്റെ പകുതി ഇരുട്ടിലാവും. ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ കിട്ടുന്ന ഇടുക്കി ഡാം എന്നുള്ള ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. ഏതെങ്കിലും ആള് വിൽക്കുന്ന സാധനം കുറച്ച് ഉപയോഗിക്കാൻ ആരും പറയുമോ?
ആരും പറയില്ല. കൂടുതൽ എൻ്റെ സാധനം വാങ്ങണം എന്നല്ല പറയാ, കച്ചവടം കിട്ടാൻ. ഇലക്ട്രിസിറ്റിയോട് പറയുന്നത് എന്താ, കറണ്ട് നിങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്ന പറയുന്നത്. ഇലക്ട്രിസിറ്റിയോട് ഒരിക്കലും കറണ്ട് കൂടുതൽ ഉപയോഗിക്കണം ഒരിക്കലും പറയില്ല. കച്ചവടം കിട്ടണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറയില്ല, എല്ലാവരും ചെയ്യാം. ഇലക്ട്രിസിറ്റിയോട് അങ്ങനെ പറയുന്നില്ല. അപ്പൊ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റിനോട് പ്രൗഡാണ്. ബിഗ് ബോസിലേക്ക് എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. പക്ഷെ എനിക്കത് 100% കമ്മിറ്റഡ് അല്ല. എന്താ വെച്ചാൽ എനിക്ക് ഈ ജോലി എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ എന്തായാലും പോകാൻ പറ്റില്ല. ബിഗ് ബോസിലെ അഖിൽമാരാണ് സീസൺ മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ ഞാനിങ്ങനെ ഇലക്ട്രിസിറ്റിയോട് ബുദ്ധിമുട്ട്, അപ്പൊ അവർ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന അവർ പോകില്ല. ഞങ്ങൾ ഇലക്ട്രിസിറ്റിയോട് പറയാ താങ്കൾ വരാൻ, അങ്ങനെയൊന്നും അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ജസ്റ്റ് വിളിക്കും, നമ്മളെ ആക്ട് റെഡി ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് അതിനനുസരിച്ചാണ് നമ്മൾ വിളിക്കുകയാണ്. അപ്പം നമുക്ക് അന്ന് എനിക്ക് ജോലി സംബന്ധം കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. ഇനി വിളിച്ചാൽ ദാസേട്ടൻ പോവോ? ഇനി വിളിച്ചാൽ പോകും, ഉറപ്പല്ലേ. ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യും. പക്ഷെ അപ്പൊ ചിലപ്പോ ദാസേട്ടന്റെ വേറെ ഒരു സൈഡ് ആൾക്കാർ കാണും, അങ്ങനെ ഒരു പേടി. അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ സോഷ്യൽ മീഡിയ 5 വർഷം കഴിഞ്ഞ ഒരാളാണ്. എന്നെക്കാൾ എത്രയോ, ഒരാളെ കുറ്റം പറയില്ല, എത്രയോ ജൂനിയറായ കുറെ ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കയറിയത്. അപ്പൊ നമുക്ക് മനസ്സിലൊരു ആഗ്രഹം വരും, നമുക്കൊന്ന് പോണം. നമ്മളെ ഒരു പ്രാവശ്യം ചെറുങ്ങനെ വിളിച്ചിട്ടേ ഉള്ളൂ, എന്നാലും അത് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ലീവൊക്കെ എഴുതി കൊടുത്ത് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. എല്ലാവരും പോകുമ്പം നമുക്കൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് ഈവൻ ഇന്ന് നാളെ വിളിക്കുകയാണെങ്കിലും ഞാനത് KCB ആദ്യം മുൻകൂട്ടി പറഞ്ഞ് അനുമതി വാങ്ങി ഞാൻ പോകും. അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ റീസെന്റ് ദാസേട്ടന്റെ റീൽസിൽ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സുമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ചേച്ചി വളരെ ഗ്രാമീണയായിട്ടുള്ള ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ബൈക്കിന്റെ പുറകിൽ ഒരു ചേച്ചിയെ കൊണ്ടും ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടിലൊക്കെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഇനീഷ്യൽ റിയാക്ഷൻ? അത് 2 ടൈപ്പ് ഉണ്ട്. അതായത് പൂച്ച പതുങ്ങി പാലുടിക്കാന്ന് പറയും, ആളറിഞ്ഞ് പാലുടിക്കുക. എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നുകിൽ ഹൗസ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത് അവരെ ബ്രദറോ അവരെ ഫാദറോ അവരെ മദറോ ആരെങ്കിലും ഉണ്ടായിരിക്കും അവരുടെ കൂടെ. ഒരു 1 പേഴ്സൺ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അവരോട് റീൽസ്, ആൾക്കാർ വിചാരിക്കും എന്താ പറയുക, ദാസേട്ടൻ കോഴിക്കോട് ഓരോ വീഡിയോയിൽ ഓരോ പെണ്ണുകളി കൂട്ടി പോകുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞേ, നേരെ പോ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഒന്നും കള്ളത്തിനൊന്നും മറയ്ക്കാനില്ല. എൻ്റെ വീഡിയോ എല്ലാവരുടെ മുമ്പിലും കാണാം. ഇവർ രാവിലെ ഞങ്ങൾ റീൽസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 എണ്ണം എടുക്കും. ഒരു ആക്ടേഴ്സ് വരെ 3 റീലെങ്കിലും നമ്മൾ എടുക്കും. വന്നു കഴിഞ്ഞാൽ കൊളാബ് രീതിയിലാണ് നമ്മൾ ചെയ്യുക. അധികം ഫോളോവേഴ്സ് കുറഞ്ഞ ആൾക്കാർക്ക് എന്നെ കാട്ടും. എന്നോട് പല ആൾക്കാരും പറഞ്ഞു, ദാസേട്ടാ നിങ്ങൾ എന്തിനാണ് ഈ ഫോളോവേഴ്സ് കുറഞ്ഞ പെൺപിള്ളേരെ കൂടെ റീൽസ് എടുക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഫോളോവേഴ്സ് നോക്കിയിട്ടൊന്നല്ല ഞാൻ പോകാറ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്താ കൂടാത്തതിൻ്റെ കാര്യം, നിങ്ങൾ ഫോളോവേഴ്സ് കുറഞ്ഞ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് ജോലി ഉണ്ട്, കാര്യം ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഫോളോവേഴ്സ് കൂട്ടിയിട്ട് ഹൈപ്പാക്കിയിട്ട് അങ്ങനെ ആക്കണം ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ ഇവരെ കൂടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ രാവിലെ അവർ വന്നു കഴിഞ്ഞാൽ 1-2 റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ ഒക്കെ പൈസയൊക്കെ ഞാനാണ് ചിലവാക്കുക. അതിന് വീഡിയോഗ്രാഫർമാർ കൊളാബ് ചെയ്തിട്ടുള്ളൂ. അവരെല്ലാം ചായ ചോറൊക്കെ ഞാൻ വാങ്ങി കൊടുത്ത് വൈകുന്നേരം ഞങ്ങൾ പോവുക. അവർ വന്ന് അവർ ഹാപ്പിയായി, അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ ബ്രദറോട് തിരിച്ചു പോകും. അത് പക്ക എൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാം. ഞാൻ ഇപ്പം 10-15-16 പെണ്ണുങ്ങളോട് അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ ആ റീൽസിൽ കൂടെ വീഡിയോ കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവര് പോകും, ഞാൻ എന്റെ പാട്ടിന് പോകും. അപ്പൊ ചേച്ചിക്ക് എന്റെ ചോദ്യം അതെ അതിലേക്ക് ഒരിക്കലുമില്ല. എന്റെ വൈഫിന് എന്നെ നല്ലോണം അറിയാം. അങ്ങനെ കാര്യങ്ങൾ അവക്കില്ല. അവക്ക് ഇപ്പം അവളെ വീഡിയോ ചെയ്യുന്ന ആളായിരുന്നല്ലോ. അവർക്ക് തിരക്ക് കാര്യം സാധിക്കാറില്ല അവക്ക്. എന്താ ഇപ്പൊ ചേച്ചി നമ്മൾ അധികം ആക്റ്റീവായി കാണാം? ചേച്ചി സ്കൂളിൽ തിരക്കാ ചേച്ചിക്ക്. ചേച്ചി ഒരു എയ്ഡഡ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി കാര്യങ്ങളൊക്കെ, അതിന്റെ തിരക്ക്, പിള്ളേരെ കാര്യം നോക്കണം, ഒക്കെ ഒരു തിരക്കായതുകൊണ്ടാണ് അവള് അതിനകത്ത് ആക്റ്റീവായി വരാത്തത്. പെണ്ണുങ്ങളോട് ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്താണ് ദാസേട്ടൻ കോഴിക്കോട്. 55 പെണ്ണുങ്ങളെ കൂടെയാണ് റീൽസ് ചെയ്തത്. 55 സ്ത്രീകൾ എല്ലാം കൂടി രക്ഷപ്പെട്ട ആൾക്കാരാ. അവർക്ക് 10K ഫോളോവേഴ്സ് അല്ലെങ്കിൽ 25K ഫോളോവേഴ്സ് അവർക്ക് ഉണ്ടാവും. ഇതെങ്ങനെ ദാസേട്ടാ ഈ സ്ത്രീകൾ അവര് ദാസേട്ടനെ DM ചെയ്യും? അതായത് എനിക്ക് അധികം മെസ്സേജ് വരും DM ഇങ്ങനെ. അപ്പൊ ഞാൻ ആദ്യം ഞാനും വൈഫും കൂടി നോക്കും, പ്രൊഫൈൽ നോക്കും അവരെ. എങ്ങനെ അധികം വൾഗർ ഉള്ള ആൾക്കാരോട് ഞാൻ ചെയ്യാറില്ല. ഒരു പ്രാവശ്യം ഞാനൊരു കുടുക്ക് കുടുങ്ങിയിട്ട് നിളാനമ്പ്യാർ ഒരു കേസിൽ സംസാരിക്കുക. അപ്പം അത് നോക്കും, പ്രൊഫൈലൊക്കെ നോക്കും. നല്ലൊരു അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ഒരു കുഴപ്പമില്ല. അതായത് നിളാ നമ്പ്യാർ അക്കൗണ്ട് ഞാൻ കണ്ടിരുന്നു, കുളിക്കാൻ വേണ്ടിയിട്ട് കുളക്കടയിൽ ഇങ്ങനെ പോകുന്നത്, അങ്ങനെ സാധനങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആക്ച്വലി അന്ന് നമ്മളെ ബിബിൻ ജോർജ് വിഷ്ണുണ്ണികൃഷ്ണന്റെ ഒരു പടയിൽ ബന്ധപ്പെട്ടിട്ട് ബിബിൻ എന്നെ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ ദാസർ നമുക്കൊന്ന് കാണുന്ന ഒരു കാര്യം സംസാരിച്ച് ബിബിൻ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ബിബിൻ അബാം ഹോട്ടലിലാണ് ബിബിൻ താമസിക്കുന്ന അവിടെ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബിബിൻ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പം വേറൊരു വീഡിയോഗ്രാഫറിന് അവിടെ പറഞ്ഞിങ്ങനെ, ദാസേട്ടാ ഇങ്ങനെ ഒരു 1-2 റീൽസ് നമുക്ക് എടുത്താലോ?
അങ്ങനെ അവരാണ് ഈ കുട്ടീന്റെ കാര്യം അവരുടെ കാര്യം ആ പറയുന്നത്. 1-2 റീൽസ് നമുക്ക് എടുത്താലോ, ആളെ പേര് പറയുന്നത് വീഡിയോഗ്രാഫറെ. അപ്പം ഞാൻ പോയി, ഞാൻ എടുക്കാം നമുക്കെന്താ നിളാമ്പി. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഈ കുട്ടി ഇങ്ങനെ തോർത്തും ഇതൊക്കെയാണ് പോകുന്നത് മാത്രമേ ഞാൻ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല, സ്റ്റോറിയും കാണുന്നില്ല, ഒരു സാധനം ഞാൻ കാണുന്നില്ല, താഴേക്കും പോയി താഴെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് നോക്കി ഏതായാലും ഉച്ചയ്ക്ക് വിബിന്റെ കാണാനുണ്ടല്ലോ, രാവിലെ വന്ന് 2 റീൽസ് എടുക്കുക, അത്ര ഞാൻ കരുതിയിട്ടുണ്ട്. ഇത് 100% കറക്റ്റുള്ള കാര്യമാണ്, ഞാനത് അറിയാതെ. അങ്ങനെ ചോറ്റാനിക്കര ഇവരെന്നെ പിക്ക് ചെയ്യാൻ വന്ന്, എനിക്ക് തോന്നുന്നത് അതൊരു പിറവത്തെ വന്നുകൊണ്ട് അവിടെ നിന്ന് വയലിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ആ റീൽസിൽ ഒന്നുമില്ല, നടന്നു പോവുക, നമ്മള് താടി കൈ പിടിച്ച് നടന്നു പോവുക, സഞ്ചരിത്ത് ഇത്ര കാര്യങ്ങളുള്ളൂ. ഞാൻ ചെയ്തു അന്ന്. അപ്പം ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. രാത്രി റൂമിലേക്ക് എത്തി, 11 വേണ്ടി ഇവർ വിളിക്കുന്ന വീഡിയോഗ്രാഫർ, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ. ഞാൻ വീഡിയോ ആരും പ്രത്യേക സമയമില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വൈകുന്നേരം 6 മണി 7 മണിക്ക് ശേഷം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയത് 11 മണി. ഇപ്പോൾ 11:30 12 മണിക്ക് റൂമിലെത്തി, 12 മണിക്ക് അർദ്ധരാത്രി വീഡിയോ അപ്ലോഡ് ചെയ്തത്. രാവിലെ എനിക്ക് 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ വീഡിയോ കാണുന്നത്. എനിക്ക് സംഗതി മനസ്സിലായില്ല. അപ്പം എൻ്റെ സുഹൃത്തുണ്ട് എറണാകുളത്തിലെ, അയാൾ എന്നെ പറഞ്ഞു, ദാസേട്ടാ നിങ്ങളെ അവൻ വീഡിയോ ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവരുടെ സ്റ്റോറിയിൽ എന്താ എനിക്കറിയില്ല, അവളെ സ്റ്റോറി എന്തോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പേയ്മെന്റ് എന്തോ കൊടുത്തേ എന്തോ അതൊക്കെ എനിക്കറിയാം, അതൊന്നും എനിക്ക് സ്റ്റോറിയിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ആകെ പെട്ടുപോയല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ അതിങ്ങനെ. അങ്ങനെ ഇവർ രാവിലെ വന്ന് അപ്പം ഇവരോട് പറഞ്ഞു, ഈ വീഡിയോഗ്രാഫർ പറഞ്ഞു, അല്ല ദാസേട്ടൻ അറിയില്ല ഇതൊന്നും, തിരിച്ച് എന്നോട്. ട്രാപ്പാണോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഉദ്ദേശമാണോ ഞാൻ മനസ്സിലാക്കിയത്. ട്രാപ്പാണോ എന്ന് ചോദിച്ചാൽ ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊരിക്കലും ട്രാപ്പാവൂല, ഒരിക്കലും ട്രാപ്പാവൂല. പക്ഷെ ഞാനൊന്നും മനസ്സിലാക്കിയില്ല, എൻ്റെ തിരക്ക് കാരണം ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്ത റീൽസിൽ വൾഗാറിറ്റി ഇല്ല. അത് ആസ് എ ആക്ടർ നമ്മൾ ആ സമയത്ത് സ്പോട്ടിൽ ചെയ്ത റീൽസ് നമ്മൾ 100% ഒരു കുഴപ്പമില്ല, നമ്മൾ ഇത്ര ആൾക്കാരോട് നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ട്രാപ്പൊന്നല്ല, പക്ഷെ ഞാൻ കൂടുതൽ മനസ്സിലാക്കാത്തതിനെ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെ അപ്പം തന്നെ ഞാൻ കൊളാബ് ഒഴിവാക്കി. ഞാൻ ഇങ്ങനെ അവരെന്നോട് ചോദിച്ചെന്താ അറിയോ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ദാസേട്ടാ. അപ്പം എനിക്കെന്ത് ഉത്തരമില്ല. അപ്പം ഞാൻ 100% മനസ്സിലാക്കി പോകേണ്ട ഒരാളായിരുന്നു. അപ്പം എൻ്റെ വൈഫിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനെ. പറഞ്ഞു അവളെ ഫസ്റ്റ് ടൈം വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ചെയ്തു പോയിട്ടുണ്ട്. അവൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായി, അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ഞാനൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് പറയണോ, ഞാൻ എങ്ങനെ ചെയ്തു പോയി എന്ന് പറയണോ. അപ്പോൾ പറഞ്ഞു അതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറിയാത്തവരും പോയി കാണാൻ പോകും എന്താണെന്നുള്ളത്. 100% അത് എപ്പോഴും വിഷമിക്കുക. അതൊരു അബദ്ധവശാൽ നമുക്കത് ചെയ്യേണ്ട വന്ന സാഹചര്യമാണ്, അല്ലാതെ അത് അറിഞ്ഞുകൊണ്ട് പോയതേ അല്ല എന്നുള്ളത്. ഞാനിപ്പോൾ ഈ ചാനലിൽ നമ്മളെ ടോക്ക് എല്ലാവരും കേൾക്കില്ല. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് 100% നമ്മൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ തന്നെ കൊളാബും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലാതെ അത് ദാസന്റെ കൂടെ അറിഞ്ഞുകൊണ്ട് പോയതല്ല. അയ്യോ ശരിക്കും എന്താ അറിയാം ദാസേട്ടാ, ഒരബദ്ധം നമുക്ക് ആർക്കും പറ്റാം. തീർച്ചയായും ഒരബദ്ധം പറ്റി കഴിയുമ്പോൾ ഭൂരിഭാഗമുള്ള ആൾക്കാരും എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്റെ ഇന്റർവ്യൂല് ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, അത് ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് എനിക്ക് പറ്റിയതൊരു മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി എടുത്ത് അതിനെ ഒന്ന് പറയുക എന്നുള്ള അതൊരു വലിയ മനസ്സാണ്. തീർച്ചയായും നമുക്ക് തെറ്റ് പറ്റിയ എനിക്ക് തെറ്റ് പറ്റി അംഗീകരിക്കാൻ ഒരു മടിയില്ലാത്തതാണ്. അതിന്റെ മുകളിൽ കയറി ഉരുണ്ടിട്ട് അത് ഞാൻ അങ്ങനെ അതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ ഫാമിലി പ്രേക്ഷകർക്ക് എന്നോട് ചെറിയൊരു വിയോജിപ്പ് വരാനുള്ള ഒരു പ്രധാന കാരണം അതാണ്, ഇല്ലാന്ന് പറയുന്നത്. എന്നെ എത്രയോ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ദാസേട്ടാ നിങ്ങളെന്താ നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിയാതെ അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ്, അത് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അതുപോലെ തന്നെ അത്യാവശ്യം കൂടുതലായിട്ട് ലോകപരിചയമുള്ള ആൾ എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ കരുതുന്നത്. കുടുംബസ്ഥനാണ്. അപ്പോൾ ആ ആൾക്കാർക്ക് കുറച്ച് വിഷമം വന്നിട്ടുണ്ട്. ഞാൻ കാര്യങ്ങൾ അവരോടൊക്കെ കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതിൻ്റെ മുകളിൽ രണ്ടാമത് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയാൻ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച അന്ന് പറയാൻ വിചാരിച്ചതാ. പിന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. പഴയ ആൾക്കാർക്ക് എൻ്റെ കൂടെ എപ്പോഴും തിരിച്ചു തന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. റീൽസ് ഇങ്ങനെ ഭയങ്കര കത്തിക്കേറി പോവാണ്. 6 സിനിമയിൽ അഭിനയിച്ചു, ഇനിയും സിനിമകൾ വരാനുണ്ട്. അപ്പോൾ വലിയൊരു നടനായി ഇതിലും വലിയൊരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ജോലി എന്നും പിടിവിടാതെ പിടിച്ചിരിക്കും ഞാൻ. ആണോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് 5 വർഷം വരെ ലീവ് വിത്തൗട്ട് അലവൻസ് ഉണ്ട്. ശമ്പളം ഇല്ലാത്ത അവധി 5 വർഷം വരെ ഗവൺമെന്റ് കൊടുക്കും. ഇനിയിപ്പോൾ 2-3 സിനിമകളൊക്കെ നല്ലൊരു തിരക്കുള്ള ഇതിൽ വരികയാണെങ്കിൽ തീർച്ചയായും ലീവ് എടുക്കും വിത്തൗട്ട് സാലറി. ഈ ഒരു പാഷൻ ഇങ്ങനെ ഉള്ളില് ആദ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ
ഉള്ളിൽ പിന്നീട് വന്നൊരു സംഭവമാണ്. ഇത് ഉള്ളിൽ ഇത്രയും വളരാനായിട്ടുണ്ടായ ഒരു കാരണം, ഒരു പ്രചോദനം എന്തായിരുന്നു? ഒന്നുമില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പ്രതികരണം തന്നെ. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റീൽസ് കണ്ടു കഴിഞ്ഞാൽ എന്നെ എത്രയോ ആൾക്കാർ DM വന്ന് എനിക്ക് മെസ്സേജ്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഞാനൊരു നടന്നു പോകുന്ന ഒരു സൂക്ഷ്മദർശിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ഞാനൊരു ദിയ എന്നാണ് എൻ്റെ മോഡൽ. 2024 മിസ് കേരളയാണ് അവൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. ഞങ്ങളൊരു റീക്രിയേഷൻ ചെയ്തിരുന്നു, കണ്ടിരുന്നു. ജയറാമിൻ്റെ മേലേപ്പറമ്പിലാണ് വീട്ടിൽ സിനിമ റീക്രിയേഷൻ. ഞങ്ങൾ നടന്നപ്പോൾ ഞാൻ എൻ്റെ ഈ പേഴ്സ് മൊബൈൽ എൻ്റെ കീശയില വെക്കുക. അപ്പോൾ ആ ഷോട്ടിൻ്റെ അകത്ത് ഇതിങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് പേഴ്സ് മൊബൈൽ. ഒരാൾ DM ദാസേട്ടാ അതൊക്കെ ശ്രദ്ധിക്കണേ. അല്ല ഇയാൾ എന്താ ആയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദാസേട്ടന് ഇഷ്ടപ്പെടുന്ന, ദാസേട്ടൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് ദാസേട്ടനെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു KCB ഉദ്യോഗസ്ഥനാണ് ദാസേട്ടൻ എന്നുള്ളത്. അപ്പൊ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വേറൊരു സൈഡ് ഇൻകം കൂടി ലീഗലി അത് പറ്റുമോ എന്നുള്ളത്. ആ ഡൗട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കാം. യൂട്യൂബ് ഞാൻ സജീവമല്ല. എനിക്ക് 65K ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട്. ഞാൻ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഷോർട്സ് അതേപോലെ യൂട്യൂബിൽ ഇടും. അതിലെനിക്ക് യാതൊരു റവന്യൂ ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും റവന്യൂ ഒന്നുമില്ല. ഫേസ്ബുക്കിൽ എനിക്ക് റവന്യൂ ഇല്ല. റവന്യൂ എന്നാൽ എൻ്റെ ഒരു 10-20ഓളം വീഡിയോസ് ഇങ്ങനെ കോപ്പിറൈറ്റ് വിഷയം വന്ന് ഇങ്ങനെ കേസായിട്ട് കിടക്കുക, ലിസ്റ്റ് ഔട്ട് കിടക്കുക ഫേസ്ബുക്കിൽ. അതൊക്കെ ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് കാലം ഇരിക്കേണ്ടി വരും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ കിട്ടിയായിരിക്കും. പക്ഷേ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ വറി ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാം. ഇൻസ്റ്റാഗ്രാം ഇട്ട അതേ സമയം തന്നെ ഫേസ്ബുക്കിലിടും യൂട്യൂബിലിടും. ആ ബാക്കി ഇൻസ്റ്റാഗ്രാമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ബാക്കി 2 പ്ലാറ്റ്ഫോമിലും വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറില്ല. ഇതിലിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 6 സിനിമയിൽ അഭിനയിച്ച് ആസ് എ ആക്ടർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നോണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ഭക്ഷണം, നല്ല റൂം സൗകര്യം, പെട്രോൾ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ വണ്ടിയിൽ അടിച്ചു തരും. അതല്ലാണ്ട് വേറെ അങ്ങനെ ഇൻകം വാങ്ങുന്നില്ല. ഇല്ല, അങ്ങനെ ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് അന്ന് കിട്ടാറുണ്ട്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പം അതും കുഴപ്പമൊന്നും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ നേരത്തെ ദാസേട്ടനോട് ചോദിച്ചു എന്താണ് ലൈക്ക് ഇൻ ദ ബിഗിനിങ് ദാസേട്ടൻ തുടങ്ങിയപ്പോൾ ദാസേട്ടന് ഈ എൻകറേജ്മെന്റ് അല്ലാതെ ഒരുപാട് കളിയാക്കൽ ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ സക്സസിലേക്ക് ദാസേട്ടൻ എത്തിയത്. അന്ന് പറയുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരോട് നമ്മൾ തിരിച്ച് പ്രതികരിക്കാറില്ല. അത് എൻ്റെ ശീലമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കാണ് വരുന്നത്. അങ്ങനെ തിരിച്ച് എടാ വിളിച്ചാൽ പോടാന്നൊക്കെ പറയുകയാണെങ്കിൽ തിരിച്ച് അവിടെ ഒരിക്കലും എത്തൂല. ഒരിക്കലും അന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ മുമ്പ് കൂടെ ആൾക്കാർ നടന്നു പോകും. അപ്പോൾ അത് ചോദിക്കാം, എന്ത് ചെങ്ങായി, കോഴിക്കോട് ഭാഷ മനസ്സിലായോ, എന്താണ് ചെങ്ങായി കളിക്കുന്നത്? അതിൽ അത്ര ഒരു നമ്മളെ നാണം കിട്ടുന്ന സമീപനാണ്. അന്നൊക്കെ ആകെ കണ്ടിട്ട് ഇതായി പോലെ ഇനിയിപ്പം അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ പറയും ഇവിടെയുണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. ആ രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ചെയ്യുന്നതിന് വ്യത്യാസം, നമ്മുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം അല്ലെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര ഇൻസ്റ്റാഗ്രാമേഴ്സ് കുറെ ആൾക്കാർ, എനിക്ക് എല്ലാവർക്കും അറിയാലോ, സഡൻലി പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാരാ. അവർക്കാണ് ഇപ്പൊ റീച്ച് കൂടുതൽ. എന്താ എനിക്കറിയില്ല അല്ലേ. സഡൻലി പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഇപ്പൊ തെറി വരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കൂടുതൽ റീച്ച് കൊടുക്കുന്നത്. എനിക്കറിയില്ല, ഐഡിയ എനിക്കങ്ങനെ പറയാൻ അറിയില്ല. തിരിച്ച് നല്ല തെറി പരസ്പരം പറഞ്ഞൊരു ഓൺ കണ്ടന്റ് തന്നെ പരസ്പരം അങ്ങോട്ട് കൊണ്ട് നിന്ന് 2 തെറി പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കയറും 1 മില്യൺ 2 മില്യൺ. അവിടെ ദാസേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്, മറ്റേ സ്പ്രെഡിങ് ഹാപ്പിനെസ് ആൻഡ് സ്പ്രെഡിങ് നെഗറ്റിവിറ്റി എന്നുള്ള ആ ഒരു. അപ്പൊ ദാസേട്ടന്റെ വീഡിയോസിലൂടെ ദാസേട്ടൻ അധികം ഉദ്ദേശിക്കുന്നത് ആ ഒരു സന്തോഷം, ആമിക്ക് കൊടുത്തിരുന്ന ഒരു സന്തോഷം പിന്നീട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. എന്താണ് ഇപ്പൊ ഫൈനലി ഇത്ര വലിയൊരു സെലിബ്രിറ്റി ആയി, അന്നത്തെ കുഞ്ഞുവാവ എല്ലാം ആമി, മക്കളായാലും കുറച്ച് മുതിർന്നു. എന്താണ് വീട്ടുകാരുടെയൊക്കെ ഒരു അച്ഛൻ നടനാണ്, 4 ആൾ അറിയുന്ന ഒരു സെലിബ്രിറ്റിയാണ്, എന്താണ് അവരുടെ ഒരു റിയാക്ഷൻ? അച്ഛൻ എന്ന സാധനം അച്ഛൻ ചെയ്താൽ നന്നാവും പറയാറുണ്ട്, എന്നാ ഇത് നന്നാവും അങ്ങനെ പറയുന്ന മക്കളാണ്. അപ്പം ആമിക്കുട്ടിയാണെങ്കിൽ ആമിക്കുട്ടീൻ്റെ സ്കൂളിലൊക്കെ ആമിക്കുട്ടീനെ കൊണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ആമിക്കുട്ടി സന്തോഷം ഹാപ്പിയാണ്. അച്ഛൻ വന്ന് പറയുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, അച്ഛനെ കൊണ്ടാക്കിയാൽ വന്ന് അതൊക്കെ ഒരു കുട്ടികളെ സംബന്ധിച്ച് അച്ഛൻ എന്നുള്ളതിനുപരി എൻ്റെ ഈ ഒരു അറിയുന്ന സംഗതി കുട്ടികൾക്കൊരു രസമായിട്ടാണ് കാണുന്നത്. മറ്റുള്ള കുട്ടികളും എൻ്റെ അച്ഛനാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോ ചേച്ചിയെ പറ്റിയിട്ടാണ് ആലോചിച്ചത്. അതായത് ചേച്ചി കല്യാണം കഴിച്ചത് ഒരു സാധാരണക്കാരനെയാണ്, പക്ഷെ പിന്നീട് ആ ഒരു സാധാരണക്കാരനായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു നടനായിരിക്കുകയാണ്. ചേച്ചിയുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ചിനോട് ലൈഫിൽ? ചേച്ചിക്ക് എന്താ വെച്ചാൽ എന്നെ തീരെ കിട്ടുന്നില്ല ചേച്ചിക്ക്, അതിനൊരു പരിഭവം ചേച്ചിക്ക് ഉണ്ട്. തീർച്ചയായും ഉണ്ട്. എന്താ വെച്ചാൽ ഞാനിപ്പം ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമേനെ ഷൂട്ട് പറഞ്ഞാൽ ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആണ്. 5 ദിവസത്തെ വർക്ക് പറഞ്ഞാൽ ഇപ്പോൾ 6 ദിവസം വർക്ക് ഉണ്ടാവും. ഇപ്പൊ അർദ്ധരാത്രി ഉണ്ടാവും, ഷൂട്ടൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ആ സമയത്ത് വിളിച്ചാൽ എന്നെ ഫോൺ കിട്ടൂല. ഞാൻ വെച്ചാൽ മിക്കവാറും കാറായിട്ടല്ല ലൊക്കേഷനിൽ പോവാ. കാറായിട്ട് പോയാൽ ഗുണം എന്താ വെച്ചാൽ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് കാരണം അത് ലോക്ക് ചെയ്ത് നമുക്കോട്
അപ്പൊ ചിലപ്പോൾ ഫോൺ അതിന്റെ ഉള്ളിൽ കിടന്ന് അടിക്കുന്നുണ്ടാവും, എടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ രാവിലെ 6 മണിക്ക് വരാന്ന് പറഞ്ഞാൽ ചിലപ്പം 8 മണിക്ക് ഷൂട്ട് കഴിയുക. അങ്ങനെ ഒരു ഇതിന്റെ ഈ ഫിലിമിലേക്ക് വന്ന സമയത്ത് അതേപോലെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവിക. അതിന്റെ പേരിൽ ചെറിയ ചെറിയ സൗന്ദര്യപ്പടക്കങ്ങൾ ഉണ്ടോ? പിന്നെ സൗന്ദര്യപ്പടക്കം ഇല്ലാതെ ഭാര്യ സൗന്ദര്യപ്പടക്കം ഉണ്ടായാലും സ്നേഹം കൂടുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണോ ദാസേട്ടൻ? തീർച്ചയായും. ഞങ്ങൾ എത്ര വേണമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് അങ്ങോട്ട് തോണ്ടു കിടക്കാറില്ലേ ആരാണ് എപ്പോഴും അങ്ങനെ കോംപ്രമൈസിന് പോണത്? ദാസേട്ടനോ ചേച്ചിയോ? അവളേക്ക് വരിക എൻ്റെ അടുത്ത്, ഇങ്ങനെ നോക്ക് സൈഡിൽ കൂടെ ഇരുന്നല്ലോക്കെ. ശ്രീനിവാസൻ പറയാം വടക്കുവാദ്യത്തിൽ സിനിമ പറയാം, ഇങ്ങനെ നോക്കില്ലേ ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ നോക്കി സൈഡിൽ കൂടെ. വഴക്കൊക്കെ എങ്ങനെ മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ തീരുമോ? ഒരു ദിവസം ഒന്നും വേണ്ട, ഒരു മണിക്കൂർ മതി. അത്രേ ഉള്ളൂ. മക്കളുടെ അടുത്ത് സ്ട്രിക്റ്റ് ഒന്നല്ലാത്ത ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം സ്ട്രിക്റ്റ് ആണ്. ചേച്ചിയുടെ അടുത്തും അങ്ങനെ തന്നെയാണോ? വളരെ ഒരു അതന്നെ, ചേച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ആവശ്യം, ചേച്ചിയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ്. അതൊരു ഞാൻ ഇരുട്ടി KCB 3 മാസം ഇവിടെ ഇല്ലായിരുന്നു, ഇരുട്ടിലായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്ത്. ഓ, ലവ് മാരേജ് ആയിരുന്നു ദാസേട്ടാ? അല്ലല്ല, ഒരിക്കലല്ല. അങ്ങനെയല്ല, ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. അല്ല, എന്നോട് കുറെ ആൾക്കാർ ചോദിച്ച് എന്റെ മനസ്സിൽ വന്ന ചോദ്യമാണത്. അതല്ല, ഒരിക്കലല്ല പറഞ്ഞത്. ഒരിക്കലല്ല. അതിന് പുറകിൽ എന്തോ ഒരു നഷ്ടപ്രണയം മണക്കുന്നുണ്ടല്ലോ. നഷ്ടപ്രണയം തന്നെ എനിക്ക് പ്രണയം തോന്നാത്ത ആൾക്ക്. അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ദേവരി കോളേജിൽ പഠിച്ചത്, സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോട്. അവിടെ ഫുള്ള് മെയിൽസാ, മിക്സഡ് അല്ല. അവിടെ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് ഉണ്ട്, വുമൻസ് കോളേജ്, നമ്മുടെ ജോമോളൊക്കെ പഠിച്ച കോളേജ്, സിനിമാടികളൊക്കെ പഠിച്ച കോളേജാണ്. ദേവരി കോളേജ് ആണുങ്ങളെ കോളേജ്, പ്രൊവിഡൻസ് കോളേജ് പെണ്ണുങ്ങളെ കോളേജ്. ഈ 2 കോളേജിലേക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട്. അതായത് കോഴിക്കോട് മലാപ്പുറമിൽ അന്ന് താമസിച്ചത്. മലാപ്പുറമിൽ ഈ ബസ് കയറിയാൽ ആ ബസ്സിന്റെ അകത്ത് ഫുള്ള് പെമ്പിള്ളേരും ആമ്പിള്ളേരെ കയറാം. ദേവരി കോളേജിൽ ആമ്പിള്ളേരും കയറും, പെമ്പിള്ളേരും കയറും. കാരണം ഈ ബസ് പ്രൊവിഡൻസ് കോളേജിൽ പോയിട്ട് പെമ്പിള്ളേരെ ഇറക്കിയിട്ടാണ് ദേവരി കോളേജിലേക്ക് പോവുക. അപ്പൊ ആ ബസ്സിലൊക്കെ ഞങ്ങളുണ്ടാവും. അന്ന് പറയുന്നത് മൊബൈൽ ഇല്ലാത്ത കാലഘട്ടാ. അന്നൊരു പെണ്ണിന്റെ നോട്ടം മതി നമുക്ക് ഒരാഴ്ച കുളിർമ ഉണ്ടാവാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇന്ന് അങ്ങനെയല്ലോ. 2000 കിട്ടാ. അപ്പം ആ സമയത്താണ് അങ്ങനെ. അത് ആ നോട്ടം, ആ പ്രേമലേഖനം കൈമാറുമ്പോഴുള്ള ആ എക്സ്പ്രഷൻ, അത് കൈ കിട്ടും, അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അന്ന് നിങ്ങൾ പ്രൊവിഡൻസ് സ്കൂളിൽ പെമ്പിള്ളേരെ കൂടെ എല്ലാവരും ഇരുന്നിങ്ങനെ പെമ്പിള്ളേർ പ്രൊവിഡൻസ് സ്കൂളിൽ ഇറങ്ങി എന്നാൽ ശരി ഇട്ടോന്നാണ് ഞങ്ങൾ നാളെ കാണാതെ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം എന്താ അറിയോ, 99 കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങി 2000 മിക്സഡ് ആക്കി ദേവരി കോളേജ്. അന്ന് ഇതാണ് ഈ നോട്ടത്തിന്റെ മുകളാണ് നമുക്കൊരു ആഴ്ച കുളിർമ ഉണ്ടാവുക. ഇപ്പൊ കംപ്ലീറ്റ് മാറിയില്ലേ? കൊള്ളാം. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടാണ് 25ാമത്തെ വയസ്സിൽ പിന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു രക്ഷമില്ലല്ലോ. എന്ത് കുളിർമ. അത് ഇത്തിരി നേരത്തെ ആയിപ്പോ 25ാം വയസ്സിലെ കല്യാണം എന്ന് തോന്നുന്നു. അത് സത്യം പറഞ്ഞിട്ടെ. ഇപ്പത്തെ കുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. ഇപ്പൊ ഉണ്ണിമൂന്നത്തെ 37 വയസ്സായി. ഞാനിപ്പം ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടു, ഉണ്ണിമുഖത്തിന് ആശംസ അർപ്പിച്ചോണ്ട് 37 വയസ്സായിട്ട് ഇപ്പോഴും സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു. ദാസേട്ടൻ ഒരു ചാൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ ദാസേട്ടൻ ഒരിക്കലില്ല. അതുകൊണ്ടല്ല, നമുക്ക് പാറിപ്പറന്ന് നടക്കാം. മറ്റേ അത് അവര് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയല്ല, പക്ഷെ നമുക്കൊരു സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന സിംഗിൾ ആവണം ഒരിക്കലും. പക്ഷെ നമ്മളൊക്കെ ഒരിക്കലും ആവാൻ കഴിയും, നമ്മുടെ ഫാമിലി ചുറ്റുപാടായി നടക്കൂല. അത് ലേഡീസിനും ബാധകമാണ്, ജെന്റ്സിന് മാത്രമൊന്നല്ല. ലേഡീസിനാണ് ഏറ്റവും ബാധകമായിട്ടുള്ളത്. പക്ഷെ സിംഗിൾ ലൈഫ് തന്നെ കേട്ടോ, എൻജോയ് ചെയ്യണം. പക്ഷെ നമുക്കൊരു പിടിവളി വേണം നമ്മുടെ മനസ്സിലെ. ഇന്ന് ഇപ്പൊ ദാസേട്ടന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ എന്നെ പോലെ 2000-ലൊക്കെ ജനിച്ച് ഇപ്പൊ പയ്യെ കല്യാണ പ്രായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യൂത്തിനോട് ദാസേട്ടൻ എന്താണ് പറയാനുള്ളത്? മനസ്സ് ഏകാഗ്രമായിരിക്കുക, നല്ല പിടിവള്ളി വരിക, കല്യാണം ലേറ്റ് ആയിട്ട് കഴിക്കുക. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ട്? രണ്ടാളും മനസ്സ് പൊരുത്താവുന്നില്ല, നേരത്തെ കല്യാണം കഴിച്ചത്. അതന്നെ കാരണം. ഇപ്പോഴത്തെ അധികം ആൾക്കാരും അറേഞ്ച് മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നില്ല. അവര് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം വരെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന, എന്റെ അച്ഛനമ്മയ്ക്ക് ലവ് മാരേജ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ വന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം ഒന്ന് ലിവിങ് ടുഗദർ ഒക്കെ ചെയ്ത് നോക്കട്ടെ. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഇപ്പൊ കാലഘട്ടം. പണ്ട് എന്ന് പറയുന്നത്
കല്യാണം കഴിച്ചാൽ മാത്രമേ ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു പെണ്ണിന്റെ ദേഹത്ത് പറഞ്ഞാൽ കല്യാണം കഴിക്കണം. ഇപ്പൊ അതാണോ? ആണോ? അല്ല. അതുകൊണ്ടാണ് സിംഗിൾ ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്ത്രീ വിരോധിയോ പുരുഷ വിരോധിയോ അല്ല. കാരണം എന്താ? കല്യാണം കഴിച്ചാൽ കുടുങ്ങി പോകും. ഞാൻ പറഞ്ഞ സത്യം 100% സത്യം പറഞ്ഞത് അല്ലേ? പണ്ടങ്ങനല്ല. പണ്ട് കല്യാണം കഴിച്ചാൽ ഒരു സ്ത്രീ അന്നൊക്കെ ഒരു പെണ്ണ് ആണ്ടെടുത്ത് ഇരിക്കാനാ തന്നെ ആ കല്യാണം കഴിച്ചിട്ട് സാധിക്കുള്ളൂ. പണ്ട് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പെണ്ണിന്റെ മുഖത്ത് നോക്കൂല. കല്യാണത്തിന് അന്നേക്ക് പെണ്ണിന്റെ മുഖം കാണുക. അത് ഞാൻ 80 ജനിച്ച ആളാണ്. അതിന് മുമ്പുള്ള കാലഘട്ടം പറഞ്ഞത്. 68, 70 പെണ്ണിന്റെ മുഖം കാണുന്നത് കല്യാണം കഴിച്ച് അന്ന് ആദ്യരാത്രി പെണ്ണിന്റെ മുഖം. ഇതാളോ ഞാൻ കണ്ട വെള്ളി. ഇപ്പൊ കാലഘട്ടം മാറി. ഇപ്പത്തെ പരസ്പരം മനസ്സിലാക്കി 100% മനസ്സിലാക്കിയ ശേഷം മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ദാസേട്ടൻ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ പറഞ്ഞ പയ്യന്മാരെ കൂടി ഈ ചങ്കന്മാരോട് ചങ്കത്തിലൂടെയൊക്കെയല്ലേ നമ്മളിപ്പം വീഡിയോസ്. അപ്പൊ നമുക്ക് അറിയാലോ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ ഉള്ളത്. നമ്മുടെ ന്യൂ ജനറേഷന്റെ മനസ്സിനെ അറിയുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും ന്യൂ ജനറേഷനാ. 43 വയസ്സായി എനിക്ക്. മനസ്സിനുള്ളിൽ ഞാൻ ഇപ്പോഴും ന്യൂ ജനറേഷനാ. എത്ര വയസ്സുണ്ട് മനസ്സിനിപ്പോ? ഞാൻ 28 വയസ്സ്. കൊള്ളാം. ഞാൻ എന്റെ മോനും കൂടി ഒരേ ഹൈറ്റാ. ഞാൻ ഒരേ ടീഷർട്ട് ഇടല്, ഒരേ പാന്റ് ഇടും, ഒരേ ഷൂ ഇടും. ഞാൻ ഇപ്പോഴും തോളിൽ കയറ്റി നടക്കും. ഞാൻ അവനും കൂടി അങ്ങനെ അത്രയും ഫ്രണ്ട്സ് ഇപ്പം വരും. കുറച്ച് കഴിഞ്ഞാല് അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉണ്ട കൊടുത്തിട്ട് അച്ഛനാടാ വിളിക്കുന്നേ ഇങ്ങോട്ട് വാ, അത് പറഞ്ഞ ഓടച്ചാന്നറിയും. ഇപ്പത്തെ കുട്ടികൾ കയ്യിലെടുക്കണത് അതേ വഴിയുള്ളൂ. ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് സീരിയസ് ആയി പറയും, അച്ഛാ ആ വീഡിയോ അച്ഛൻ ചെയ്ത് ശരിയായില്ല കേട്ടോ. എന്താ ആ ശരിയായില്ലേ? ഞങ്ങൾ ചെയ്യുമ്പം ആലോചിക്കണം. കുട്ടികളുടെ അഭിപ്രായങ്ങൾ പറയും. ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷന്റെ റിലേഷൻഷിപ്സിനെ പറ്റി സംസാരിച്ചു. ഇപ്പോഴത്തെ ന്യൂസ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പലത് ഇപ്പൊ ഇന്നാൾ കൂടെ കണ്ടതേ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് ഒരു ചെറുക്കനെ കഞ്ചാവ് കേസിൽ പിടിച്ചു. ലൈക്ക് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന കുട്ടികളുടെ വീഡിയോസ് വൈറലാകുന്നു. ആ ഒരു രീതിയിലും കൂടെ യൂത്ത് ഇപ്പൊ വളരെ അല്ലെ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളർന്നു വരുന്ന 2 ആൺമക്കളുടെ അച്ഛൻ എന്നൊക്കെയുള്ള രീതിയിൽ ദാസേട്ടൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ലേ? തീർച്ചയായും. അതായത് ഇപ്പോഴത്തെ ഞാനതാ പറഞ്ഞു, ഞാനും പാലാ സജിയേട്ടനും തുടങ്ങിയ സമയത്തുള്ള സോഷ്യൽ മീഡിയ അല്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ. അന്ന് ഞങ്ങൾ ചാടി കളിക്കുന്ന കണ്ട് കോമാളി ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ തിരിച്ച് മറുപടി പറയാൻ ഞങ്ങൾ മുന്നോട്ട് പോയി. അത് അവിടെ തീർന്നു. ഇപ്പം ഡ്രഗ്സ് പറയാം, എത്രയോ പ്രമുഖന്മാരായ പേരൊന്നും പറയില്ല യൂട്യൂബേഴ്സിനെയും ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനൊക്കെ പല രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല അങ്ങനെ പല രാസഗുളിക അങ്ങനെ അതൊക്കെ എന്ന സമയത്ത് സമൂഹത്തിന് നല്ലത് കൊണ്ടുവരാനാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഏതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അത് അത്രയും നല്ല കാര്യങ്ങൾ അഡ്വൈസ് മറ്റുള്ള ആൾക്കാരെ കൊടുക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതിന് വ്യത്യാസമായിക്കൊണ്ടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് തീർത്തും വിയോജിപ്പുള്ള ആളാണ്. ഈ വരുന്ന യൂട്യൂബേഴ്സൊക്കെ 1 മില്യൺ 2 മില്യൺ ആൾക്കാരായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അവരോടുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ജനറേഷനെ എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ദയവ് ചെയ്ത് ചെയ്യണം. അത് നമ്മളെ കുട്ടികൾ കണ്ട് വളരട്ടെ. യൂസ് സോഷ്യൽ മീഡിയ വെരി വെരി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇപ്പൊ വെറുതെ കോണ്ടന്റ് ക്രിയേഷനോ എന്ത് കോണ്ടന്റ് ഇറക്കിയാൽ മതി എന്നുള്ളതല്ല. അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നിങ്ങളുടെയൊക്കെ. തീർച്ചയായും 100% റെസ്പോൺസിബിലിറ്റി. നമ്മൾ ചെയ്യുന്ന സാധനം നമ്മളിപ്പോൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകണം. അങ്ങനെ ചെയ്യുക. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോയി സിനിമ കാണാൻ തിയേറ്ററിൽ കയറി സിനിമ കണ്ട് ചിലപ്പോൾ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നില്ല അത്ര വിചാരിക്കും. ഇതങ്ങനെയാണോ സോഷ്യൽ മീഡിയ? അങ്ങനെയാണോ? നമ്മളെ ഫോണിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം പല ആൾക്കാരുടെ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും. ചീത്ത കാണുന്ന ആൾക്കാർ രണ്ടാമതും ചീത്ത കണ്ട് രണ്ടാമത് ഒന്നുകൂടി കാണട്ടെ എന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നല്ലത് കാണുന്ന പോവും, ചീത്ത കാണുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ, അത് കുഴപ്പമില്ലല്ലോ, ഇയാൾ ഇങ്ങനെ രീതിയിൽ സിഗരറ്റ് വലിക്കുന്ന അടിപൊളിയാണല്ലോ, ഇത് സൂപ്പറാണല്ലോ, ആ രീതിയിലേക്ക് വരാൻ പാടില്ല. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ് അഭിനയിക്കുന്നതിന് വേണ്ടി മാത്രം. അല്ലാതെ ഞാൻ ശരിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന ആളെന്നല്ല. അഭിനയത്തിന് സിഗരറ്റല്ലേ വലിക്കാൻ പറ്റുള്ളൂ. മദ്യപാനത്തിന് നമുക്ക് വേണമെങ്കിൽ കട്ടൻ ചായ കാണിക്കാം. സിനിമയിൽ സിഗരറ്റ് തന്നെ കാണിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ സിനിമകളൊക്കെ. അല്ലാതെ യൂഷ്വലി ഉപയോഗിക്കുന്ന ആളെന്നല്ല. ഒരു രീതിയിലുള്ള മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപിക്കാറുണ്ട്. ഇല്ല എന്താ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ മദ്യപിക്കാറുണ്ട്. അത് മാത്രം അങ്ങനെ ആ സോഷ്യൽ ഡ്രിങ്കർ മാത്രം. അതായത് എന്താ ഫംഗ്ഷനും കാര്യങ്ങളുള്ള സമയത്ത്. അല്ലാതെ പൊതുസമൂഹ സ്ഥലത്ത് പോയിട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. സോഷ്യൽ ഡ്രിങ്കറാണ്. അപ്പം എനിക്ക് കഴിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കും. ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല. മക്കൾ നമ്മൾ ആ രീതി കഴിക്കും. അല്ലാതെ അതൊരു നിയമവിരുദ്ധമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കുക അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോകാറില്ല. അല്ലെ കഴിച്ചിട്ടുണ്ട് വേറെ അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോകാറില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഡ്രഗ്സ് വെരി ഡേഞ്ചർ. അപ്പോൾ ഗുളികയുടെ രൂപത്തിലാണെങ്കിലും അതുപോലെ തന്നെ മരുന്നിന് എന്താണ് ഡേഞ്ചറസ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ മദ്യപാനം എന്നുള്ള പണ്ട് മുതലേയുള്ള കാര്യമാണ്.
അതിനേക്കാൾ വളരെ 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 ഗുരുതരമായ കാര്യമാണ് ഡ്രഗ്സിന് ഉപയോഗം. വലിയ മില്യൺ കണക്കുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ദയവ് ചെയ്ത് പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പാടില്ല. അത് ന്യൂ ജനറേഷൻ ഏറ്റുപിടിച്ചാൽ സർവനാശം നമ്മുടെ നാട്ടിൽ വരും. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയിരിക്കുമ്പോൾ നല്ല ഇൻഫ്ലുവൻസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇന്റർവ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്, മറ്റുള്ളവർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റീസെന്റ് ഒക്കെ ഒരുപാട് കുട്ടികൾ, ചെറിയ പൊടിപ്പിള്ളേർ വന്നിരുന്ന് പഠിക്കാൻ പോകണ്ട, കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. ഇത് കാണുന്ന നമുക്ക് പറയാൻ പറ്റില്ല എത്ര ആൾക്കാരുടെ ബ്രെയിനിലേക്കാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞു. കാരണം നല്ലതോ ചീത്തയോ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുട്ടികളും ഇത് കാണുന്നുണ്ട്. അപ്പം എന്തായാലും ദാസേട്ടനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിരുന്ന് ഈ ഒരു ഗുഡ് ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് ഐ റിയലി ഫീൽ. എന്തായാലും ദാസേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി എന്താണ് വരാനുള്ള സിനിമകൾ? ഇനിയിപ്പം ഒടിയങ്കം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞത്. അതായത് ഒടിയ പുരാണം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. കുറേ അവാർഡുകൾ വാങ്ങിയ ഷോർട്ട് ഫിലിമാണ്. സുനിൽ സുബ്രഹ്മണ്യൻ സാറാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ സിനിമ അത്രയും രീതിയിൽ ഷോർട്ട് ഫിലിം റീച്ച് വന്നതുകൊണ്ട് അത് സിനിമയാക്കി പുള്ളി മാറ്റി. അതിൽ 2 കാലഘട്ടത്തിലെ കഥയാണ്. ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു മെയിൻ വില്ലനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. വില്ലനാണ്. ഈ ലുക്കിന് നായരൊന്നും കിട്ടുമെന്ന് എന്തായാലും നല്ലൊരു വില്ലൻ വേഷം അതിൽ കിട്ടിയത്. ത്രൂ ഔട്ട് ഒരു 8-10 സീനൊക്കെ ഉള്ള നല്ല സാധനമാണ്. അപ്പം അതാണ് ഇപ്പം ലാസ്റ്റ് ചെയ്തത്. എൻ്റെ ഡബ്ബിങ് തുടങ്ങാറുണ്ട്. ഇനിയിപ്പം ബിബിൻ ജോർജിൻ്റെ വിഷ്ണുവിൻ്റെ അപൂർവ പുത്രന്മാർ ആ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു 2-3 സീൻ നല്ല ക്യാരക്ടർ അതിൽ കിട്ടിയത്. അതിൻ്റെ ഡബ്ബിങ് ഉണ്ട്. അത് ക്രിസ്മസ് റിലീസ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയില്ല. ഇനി ശുക്രൻ എന്ന് പറഞ്ഞ മൂവി ബിബിൻ ജോർജ് പുതിയ ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. മാർച്ച് മാസത്തിൽ തമിഴ് മൂവി, തമിഴ് മൂവിന്റെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്. അത് 100% എനിക്ക് പറയാനൊന്നും ആയിട്ടില്ല. വെട്രി അഭിനയിക്കുന്ന സിനിമയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തമിഴ് നടൻ അതൊരു നല്ലൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറ്റിക്കാനാണെന്ന് വിചാരിച്ചു. രണ്ടാമത് ത്രൂ ഔട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ജെന്യൂൻ കാര്യം അത് മനസ്സിലായിട്ടുണ്ട്. അത് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നേരത്തെ പറഞ്ഞത്. ആ സമയത്ത് ഒരു ത്രൂ ഔട്ട് വേഷം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ലീവ് എടുക്കേണ്ടി വരാം. ഈ ടൈം ബാലൻസ് ചെയ്യുന്നത് ശനി ഞായർ അവധി ഉള്ളപ്പോഴാണോ റീൽസ് എടുക്കാൻ പോകുന്നത്? ശനി ഞായർ അവധിയുള്ള സമയത്ത് റീൽസ് എടുക്കും. പിന്നെ ഞാൻ ഇരുട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറമാരെ ഇവർക്ക് അറിയാമല്ലോ, ലൈറ്റ് എപ്പോഴും നല്ല വെളിച്ചപ്പോഴാണ്. ഓഫീസ് 5 മണിക്ക് വിട്ടാൽ ഒരു റീൽസ് 6 മണിക്ക് മുമ്പ് എടുക്കാം. രാവിലെ ഓഫീസിൽ പോകുന്ന 2 റീൽസ് എടുക്കാം. വിചാരിച്ചാൽ സാധിക്കാതൊന്നുമില്ല. പക്ഷെ വിചാരിക്കുന്നില്ല പ്രശ്നം. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ പറഞ്ഞു 6 മണിക്ക് എണീക്കും. ഇപ്പോഴത്തെ ജനറേഷൻ എപ്പോഴാണ് എണീക്കുക? എന്നോട് ചോദിക്കരുത്. മീനാക്ഷി എപ്പോഴും എണീക്കുക? ഞാൻ എണീക്കുന്നത് 8-9 മണിക്ക്. കുഴപ്പമില്ല. ആ സമയത്ത് 2 റീൽസ് എടുക്കും ഞാൻ. വിചാരിച്ച എന്ത് സാധിക്കും, വിചാരിക്കണം. കൺസിസ്റ്റൻസി ഈ ഒരു 5-6 വർഷമായിട്ട് കീപ്പ് ചെയ്യുന്നതിൽ ഒരു വലിയ സല്യൂട്ട് ദാസേട്ടാ. ചില ഇന്റർവ്യൂസ് എടുത്തു കഴിയുമ്പോഴേ ആസ് എൻ ആങ്കർ എനിക്കൊരു കണ്ടന്റ് ഫീലിംഗ് വരും. നല്ല കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ആ ഒരു ഫീലിംഗ് 100% എനിക്ക് ഉണ്ട് ഇപ്പോൾ. കാരണം ഈ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരായാലും അവർക്ക് they have something to take away with them എന്നുള്ളൊരു ഫീലിംഗ്. നമ്മളിപ്പോൾ ഇന്റർവ്യൂ തന്നെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കാര്യം പറഞ്ഞ് അപ്പുറം വേറെ കാര്യം ചെയ്യുക ഉള്ള പരിപാടിയല്ല. നമ്മൾ പറയാനുള്ളത് അതേപോലെ പറയാതെ തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ദാസേട്ടാ. പൊളിച്ചെടുക്കുക. ബെന്നീസ് റോയൽ ടൂർസ്, കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്.